ഇതെന്ത് വാഴയിലിട്ട് സദ്യ കഴിക്കാൻ പോണ? ഓ എത്ര നാളായെന്നറിയാം ഒരു വാഴയിലേക്കകത്ത് സദ്യ കഴിച്ചിട്ട്. ഈ ഒരു തൂശനിൽ അങ്ങോട്ട് വെട്ടിയിട്ടിട്ട് വെള്ള ചോറങ്ങോട്ടിട്ട് അല്പം പരിപ്പൊഴിച്ച് അതിൻ്റെ മേലെ ഒരു ഇച്ചിരി നെയ്യ് ഇങ്ങനെ തൂവിയിട്ടു മുട്ടൻ പപ്പടം ഉണ്ടല്ലോ അതങ്ങോട്ട് പൊടിച്ചോറ് ഒറ്റ ഉരുള. വല്ലാത്ത മൂട് തന്നെ ആയിരിക്കും. എടാ പരിപ്പും പപ്പടവും മാത്രമല്ല 4 ഇനം പായസവും ഉണ്ട്. 4 ഇനോ? കടല പരിപ്പ്. അപ്പൊ 4ാമത്തെ പായസം അല്ല അടപ്രായസം എന്ന് പറഞ്ഞപ്പോഴേ അതിനകത്ത് ഒരു ലാ കയറി വന്ന. അല്ല ഇതിപ്പോ സദ്യ വളം എന്താ വിശേഷം? വിശേഷം ഒരു സംഭവം ഉണ്ട്. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. വെറുതെ അല്ലേ ആലോചിച്ച് നോക്ക്. മുത്തുരാമ മാമന്റെ ആണ്ടല്ല, മുത്തുവിന്റെ ബർത്ത്ഡേയും കഴിഞ്ഞു. തങ്കം ചേട്ടൻ ഹാപ്പി ബർത്ത്ഡേ. ഭയങ്കര കണ്ടുപിടുത്തം. ഓ നിങ്ങളെ വാഴ വെട്ടാൻ വിട്ടാണ് വാഴ എടുക്കാൻ വേണ്ടി വിട്ടതാണ്. വാഴയിലയും തങ്കം ചേട്ടത്തി ഹാപ്പി ബർത്ത്ഡേ ടു യു. സമ്മാനമായിട്ട് പ്രിയ അനുജന്റെ ഈ ലഡു മേടിച്ചത്. ആരുടെ ബർത്ത്ഡേ? തങ്കം ചേട്ടത്തിന്റെ ഹാപ്പി ബർത്ത്ഡേ. അവന്റെ കണ്ടുപിടുത്തം അതല്ല. ഞാൻ ഒരു വകയും പറഞ്ഞിട്ടില്ല. അവൻ തന്നെ സൃഷ്ടിച്ചു വെച്ചൊക്കെയാണ് ഇങ്ങനെ നിന്റെ ബർത്ത്ഡേ ആണ്. പിന്നെന്താ സദ്യയുടെ കോളെന്താ? ബർത്ത്ഡേ ആഘോഷം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഇലയിൽ സദ്യ കഴിക്കാൻ പാടുള്ളൂ. ഇപ്പൊ പിന്നെ ഇപ്പൊ ഇവിടെ വാഴയില വെട്ടിക്കൊണ്ട് വരേണ്ട കാര്യമുണ്ട്. എത്ര സമയം ചോദിക്കണത്? ഒന്നുമില്ല, മുത്തിന് വട്ട്. അവക്ക് ഇലപ്പൊതിയിൽ ചോറുണ്ണണം, മുട്ട വറുത്തത് വേണം, ചമ്മന്തി വെക്കണം. എനിക്ക് വയ്യ. ഒരു വാഴയില ഇങ്ങോട്ട് വെട്ടി തീക്കാത്തിട്ട് അങ്ങോട്ട് വാട്ടി അതിനകത്തൊരു ചുമന്ന ചോറങ്ങോട്ടിട്ട് ചമ്മന്തി, കാതോരൻ, വെഴുക്കുവരട്ടി, ഒരു മുട്ട പൊരിച്ചത് അങ്ങോട്ട് വെച്ച് മടക്കിയിട്ട്. ഒരു മിനിറ്റ്, ഒരു 2 കഷ്ണം ഉണക്കമീൻ വറുത്തതും കൂടി, ഒരു ഉപ്പുമാങ്ങ വേണം. എന്നിട്ട് 2 മണിക്കൂർ കഴിഞ്ഞ് അങ്ങോട്ട് പൊടിക്കുമ്പോണ്ടല്ലോ ആ ഒരു വാഴയിലയുടെ ഒരു മണം ഇങ്ങോട്ട് കേറും. ആദ്യം ആ കൈ ഇരിക്കണ അങ്ങോട്ട് ഇറക്കുക, അത് വിഴുങ്ങി ഇറക്ക്. എന്നിട്ട് നമുക്ക് പൊതിച്ചോറ് കുറിച്ച് ആലോചിക്കും. ഒരു 5 പൊതി പെട്ടെന്ന് കിട്ടിക്കും. ഇനി 5 പൊതി പെട്ടെന്ന് കേട്ടല്ലോ. 5 വാഴ അതുപോലെ കൊണ്ട് വരണം. വാഴ മുറിച്ചോണ്ട് തരൂല. അപ്പം രമേശ രമേശ അത് ഞാൻ എല്ലാം നിന്റെ ആങ്ങള രമേശ ഞാൻ പഞ്ചായത്ത് സെക്രട്ടറിയോട് ഞാൻ പറയാം. വേണ്ട അൻസാർ പറയണ്ട, ഞാൻ പറയാന്ന് പറഞ്ഞില്ലേ. അൻസാർ ഇന്നലെ പൊട്ടിമുളച്ചാണ്. ഞാൻ പറയാന്ന് പറഞ്ഞില്ലേ. പിന്നെ തന്നെ സൗകര്യം പോലെ ചെയ്യും. പിന്നെ എന്തിനാ എന്നെ വിളിച്ച? ഇനി എന്നെ വിളിക്കരുത് ഈ കാര്യം പറഞ്ഞു. എന്താ എന്താ രമേശന് പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഒരു കാര്യം ഞാൻ പറഞ്ഞ് ശരിയാക്കാന്ന് പറയുമ്പോൾ അല്ലാതെ അൻസാർ പറയാം. അൻസാർ മെമ്പർ അല്ലേ എന്ന് ഞാൻ പറഞ്ഞിട്ട് ഞാൻ പറയാം. അപ്പോൾ എന്നെ വിശ്വാസമില്ല അവന്. ക്ലീറ്റമച്ചമ്പി പറയുന്നുണ്ട് ഒന്നും തോന്നരുത്. ഈയിടെയായിട്ട് നാട്ടിലും പഞ്ചായത്തിലുള്ള ക്ലീറ്റമച്ചയുടെ ഇമേജ് താഴോട്ട് പൊക്കൊണ്ടിരിക്കും. എന്നാര് പറഞ്ഞതിൻ്റെ അടുത്ത്? കമ്പോളത്തിലും ബാബുണ്ണന് ആ പ്രസിലെ രമേശനൊക്കെ പറഞ്ഞു. അതായത് അൻസാർ മെമ്പർ ആയതിനു ശേഷം പഞ്ചായത്ത് ക്ലീറ്റമച്ചയ്ക്ക് വലിയ വിലയാണ്. അതിൽ ചെറിയൊരു കാര്യമുണ്ട്. ഇവിടെ ഏട്ടനും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എന്തെന്ന്? പിന്നെ അൻസാറൊക്കെയാണ് ഇപ്പൊ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. നാട്ടുകാരുടെ ഇടയ്ക്ക് ക്ലീറ്റച്ചേട്ടൻ്റെ ഇമേജ് ഇത്തിരി കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതൊന്നുമില്ല, ജയിച്ചത് അൻസാറാണെങ്കിലും പിടിവള്ളി എന്റെ കയ്യിലാ. നാട്ടിൽ പറയുന്ന അങ്ങനല്ല. നിങ്ങൾ ഏത് നാട്ടിലെ കാര്യം പറയണേ? ഈ നാട്ടിലുള്ള ജനങ്ങൾ എന്തായാലും അങ്ങനെ പറയില്ല. കുടുംബശ്രീയിലെ പെണ്ണുങ്ങൾ ഇപ്പോഴും പറഞ്ഞാൽ ആ ക്ലീറ്റോനോട് എവിടെയെങ്കിലും റെസ്റ്റ് എടുക്കാൻ പറ. എന്തൊരു പ്രവർത്തനം അത് പ്രവർത്തിക്കണേന്ന്. അത് പെണ്ണുങ്ങളെ പറയൂ. അവരുടെ കെട്ടിയന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. പെണ്ണുങ്ങളൊക്കെ വീട്ടിലിരിക്കണല്ലേ, അവർക്ക് അറിയത്തില്ലല്ലോ. ആണുങ്ങളല്ലേ പുറത്തുണ്ട്. ഇപ്പോഴും ഇവിടുത്തെ ജനങ്ങളുടെ ജനനായകൻ തന്നെയാണ്. കണ്ണിലുണ്ണിയാണ് ക്ലീറ്റ. അസൂയക്കാര് പലതും പറയും. നീ വാദം. അസൂയക്കാരല്ല, സോഷ്യൽ മീഡിയ തുറന്നു നോക്കും, മൊത്തം നടരാജനേ ഉള്ളൂ. സത്യം. അതിനിടെ കൂടെ നടരാജൻ ചേട്ടൻ എന്തുവാണ് മറ്റേ സൈക്കിൾ സവാരി പാറശാല മുതലേ കാസർഗോഡ് വരെ ആരോഗ്യത്തിനും പരിസ്ഥിതിക്കും നല്ലതിന് എന്താണ് സൈക്കിൾ ആരോഗ്യം. നടരാജൻ സൈക്കിൾ സത്യം അത് നടരാജനായിരിക്കില്ല. നടരാജന് സൈക്കിൾ ഉന്താൻ പോലും അറിയാൻ പാടില്ല. ഒരു കാര്യമില്ലാതെയാണ് പുള്ളി ഇത്രയും ദൂരം സൈക്കിൾ ഓട്ടുന്നത്. വേറെ ആരെങ്കിലും അടുത്ത പ്രാവശ്യത്തെ മന്ത്രി എനിക്ക് തോന്നുന്നത് പുള്ളിയാണ്. മന്ത്രിയാവാം. മറ്റേ അമർ ചിത്ര കഥയൊക്കെ ഉണ്ട്. അതായത് രാജാവ് മന്ത്രി അങ്ങനെ വല്ല മന്ത്രിയാവും. അല്ലാതെ എന്ത് പൊട്ടത്തരം പറയല്ലേ നിങ്ങള്. യൂട്യൂബില്ല. പിന്നെ ഇത് യൂട്യൂബുകാരല്ലേ തീരുമാനിക്കുന്നത്. ജനങ്ങളുണ്ട് നമ്മളെ കൂടെ. ഫോണിൽ നിറച്ച് പ്രബുദ്ധരായ ജനങ്ങൾ. അവർ ഞങ്ങൾക്ക് വോട്ട് ചെയ്യും, എന്നെ മന്ത്രിയാക്കും. ഇതൊന്നും കണ്ട നമ്മളെന്തിനു മേടിക്കുന്നത്? ചുമ്മാ ഒരു സൈക്കിൾ എടുത്ത് ഒരുത്ത ഇങ്ങനെ യാത്ര ചെയ്തെന്ന് പറഞ്ഞാൽ നടരാജൻ എങ്ങനെ ആയോ ഞാൻ വല്ല ആത്മഹത്യ ചുമ്മാ അതൊന്നും അങ്ങനെയൊന്നും ഉണ്ടാവില്ല. വീടിന് പുറത്ത് ആരും ഇറങ്ങണം. ഹലോ, നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക കേട്ടാ. ആവശ്യമില്ലാതെ നെഗറ്റീവ് പറയല്ലേ. ജനങ്ങൾ വോട്ട് ചെയ്യും, അവർ തീരുമാനിക്കും. ഈ അംഗം അല്ല
ആരെങ്കിലും എന്തെങ്കിലും പറയണം കേട്ടിട്ട് ലഡു വേണോ? അവന്റെ അണ്ണാക്കിലോട്ട് വെച്ചു അങ്ങനെ എന്റെ കയ്യിൽ നിന്ന് ലഡു അങ്ങനെ അതെ, ആ, ചില്ലിപ്പന. തരത്തില്ല. ചില്ലിപ്പന അതെ ഞാൻ ഒരെണ്ണേ കഴിച്ചോളൂ ഇല്ലാന്ന് പറഞ്ഞില്ലേ പോ.